നമ്മളെ കമ്പോസർ വായിക്കണ റഷീദ് ഇവിടെ എന്റെ മുതല്. അയ്യോ സുഹൃത്തെ റഷീദ് ഭായ്, ഇങ്ങളെ നാട് ചാലി എന്ന് പറഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിന് പേര് കേട്ട നാടാണല്ലോ. അതെ. അവിടെ എവിടെ എത്ര പള്ളി ഉണ്ട് അവിടെ? 20-ൽ പരം പള്ളികളുണ്ട്. 20-ൽ പരം പള്ളി. അവിടെ നമ്മളെ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പള്ളി എവിടെ? ഇവിടെ പാടം നികത്തി ചാലിപ്പാടത്ത്. നോക്കി നിങ്ങള്, 20-ൽ പരം പള്ളിയുള്ള ചാലിയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പള്ളി ഉണ്ടാക്കിയത് പാടം തൂർത്ത് ചാലിയപ്പാടത്ത്. എന്നിട്ട് എന്താ പല പണി? ബാങ്ക് കൊടുത്താല് ഈ 4-5 പള്ളിന്റെ ഇടന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് പോണം. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? 1 കിലോമീറ്റർ ഉണ്ടാവും. അല്ല, അപ്പൊ എന്താ ഇവിടെ ഓട്ടോക്ക് ഇപ്പൊ എന്താ ചാർജ്? 10 റുപ്യ. 10 റുപ്യ വെച്ച് ഒരു വക്തിനെ നോക്കുമ്പോ 5 വക്തിന് 50 റുപ്യ. അങ്ങോട്ട് പോയാൽ മാത്രം പോരല്ലോ, ഇങ്ങോട്ട് പോരും വേണ്ടേ? അപ്പൊ 100 റുപ്യ. മിനിമം 100 റുപ്യാണ് ഇവിടെ ജമാഅത്തുകാരനാണെങ്കിൽ. അല്ലല്ലോ, ചാലിയത്ത് ഒരു ജമാഅത്തുകാരന് നിസ്കരിക്കാൻ മാത്രം ഒരു ദിവസം ഓട്ടോറിക്ഷക്ക് 100 റുപ്യ വേണ്ടി. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓരോരോ കഥകള്. അതൊന്നല്ല കഥ, എന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. എന്റെ 2ാമത്തെ മോളെ ചൊമ്മറവട്ടത്ത് കളി കണ്ടിച്ചു. അങ്ങനെ ഞാൻ എന്റെ പേരക്കുട്ടികളെ മോളെയൊക്കെ വർത്താനം അറിയാൻ വേണ്ടി ഒരു ദിവസം ഉച്ചക്ക് അവിടെ ചെന്ന് ചോറൊക്കെ വെച്ച് കുട്ടികളായിട്ടൊക്കെ കളിതമാശയൊക്കെ പറഞ്ഞ് എനിക്ക് അവിടുന്ന് പോരണല്ലോ. അങ്ങനെ റോട്ടുമൊക്കെ വന്നപ്പോ ബസ് വരാൻ ഒരു 15 മിനിറ്റും ഉണ്ട്. ഞാനാണെങ്കിൽ അസർ കഥ ആവാൻ അയക്കുന്ന പോയി പള്ളിക്കൊക്കെ കയറി. അവിടെ ഒരു പള്ളിയുണ്ട്, അതായത് നിസ്കരിച്ചാടാന്ന് വിചാരിച്ചുണ്ട്. അല്ല പരിപാടിയൊക്കെ ഉണ്ടാ നിങ്ങൾ ഈ ആളടയിലിട്ട് ആളെ അവസരാക്കരുത്, അത് കാര്യം പറഞ്ഞുതരാം. അപ്പോ പള്ളി കണ്ട് ഏതായാലും ഞാൻ ഒന്ന് കണ്ടെടുത്ത് അങ്ങനെ കാലെടുത്ത് വെച്ചിട്ടു. അപ്പൊ കണ്ടിട്ട് അവിടെ ഒരു ബോർഡ്, സമ്മതിക്കൂല. ഞാൻ വിചാരിച്ചു മടച്ചോലെ നിസ്കരിക്കാരും സമ്മതിക്കൂല. അക്കടി കണ്ണിന് കാഴ്ച കുറവാണല്ലോ. ഞാൻ വല്ല കണ്ണാടിയൊക്കെ വെച്ച് ചെന്ന് നോക്കുമ്പോണ്ട് എക്സ്പ്രസ് ഹൈവേ വരാൻ സമ്മതിക്കൂല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളി തന്നെയാണ്. എന്താ സംശയം? ഏതായാലും ഞാൻ അസർ 4 റക്കായത്ത് വേറെ നിസ്കരിച്ചാണ് പുറത്തേക്ക് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ട്. അവിടെ ആ കുളത്തിന്റെ പക്കത്തിൽ ഒരു ജമാഅത്തുകാരൻ നിൽക്കുന്നു. മനസ്സിലായി പോയി. അത് തിരി എളുപ്പമുണ്ട്. അള്ളാന്റെ ദുനിയാവിനോട് ദേഷ്യം പിടിച്ചാൽ മീന്ത കാണില്ല, പിന്നെ ജമാഅത്ത് തന്നെ പിന്നെ കൊവായത്ത്. അങ്ങനെ ഓന്റെ അടുത്ത് ഞാൻ ചെന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിടിച്ചാണ് 4 കുലുക്കല്. ഞാൻ വിചാരിച്ചതിന്റെ കയ്യിന്റെ പറക്കടക്കം ഇരിഞ്ഞു പോയി. ഭയങ്കര സംഗതിയാണ്. അപ്പൊ ഞാൻ അവനോട് ചല്ല സാഹിബേ, ഇവിടെ ഈ എക്സ്പ്രസ് ഹൈവേ വരുന്നുണ്ട് എന്തൊക്കെ ഇത്ര വലിയ കയറി വെച്ചാ അവരോട്. അപ്പൊ അടുത്ത വയ്ക്കിനോട് പറയട്ടെ കളകള്, ഞങ്ങൾ ഈ നാട്ടില് എത്ര ആള്? 4 ആള്. അപ്പോ അത് ആരൊക്കെയെന്ന് ചോദിച്ചാല് ഓർത്ത് വയ്ക്കിനോട് ഞാൻ ചോദിച്ചാൽ അത് ആരൊക്കെയാണ്? അപ്പൊ പറയാം, ഹൽക്ക കുൽക്ക നാദിം കാർക്കുൻ. അല്ലല്ല, ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊളേണ്ടർമാരെ പേരാണ്. ഹൽക്ക കുൽക്ക നാദിം കാർക്കുൻ. നീ വരാൻ പോണ എക്സ്പ്രസ് ഹൈവേന്റെ വീതികളൊന്നും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറയണ്ട. അഥവാ ഞങ്ങൾ ഈ 4 ആളെ ഇടയിൽ കൂടി എങ്ങാനും ഈ എക്സ്പ്രസ് ഹൈവേ വരികയാണെങ്കിൽ ഹൽക്ക ഇപ്പുറത്തും കുൽക്ക അപ്പുറത്തും ഇടങ്ങാറായി. അഥവാ ഇവിടെ ഉള്ള ഹൽക്കെങ്ങാനും അപ്പുറത്തെ കുൽക്കരെ കാണാൻ പോണെങ്കിൽ 8 കിലോമീറ്റർ അപ്പുറത്തേ അപ്പുറം കടക്കാൻ പറ്റുള്ളൂ. അവിടെ ക്രോസിംഗ് ഉള്ളൂ. അഥവാ അവിടെ ഉള്ള കുൽക്കെങ്ങാനും ഇവിടുത്തെ ഹൽക്കരെ കാണുന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ ചുറ്റി ഇവിടെ വരണം. അതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേ വരാൻ സമ്മതിക്കൂല. അപ്പൊ ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എക്സ്പ്രസ് ഹൈവേ വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ഇങ്ങനെ പിന്തിരിപ്പൻ മൂരാച്ചി നയങ്ങളും പേറി CPM-ന്റെ തനി പകർപ്പായി മാറുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അതിനോശാന പാടാൻ ഒരു മാധ്യമം പത്രവും. എന്താ അതിന്റെ കഥ?